സാനിറ്ററി പാഡുകൾ നശിപ്പിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്, അങ്ങനെയാണ് സാനി ക്ലീൻ. ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാണാൻ പോണത്. നമുക്ക് നനഞ്ഞ തുണികളും ചപ്പ് ചവറുകളും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കീഴിടാം. ഇത് നനഞ്ഞ തുണികളാട്ടോ, അപ്പം ഞാൻ തന്നെയാണ് ഇട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഈ നനഞ്ഞ ഡൈപ്പർ എനിക്ക് 100 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഡയറക്റ്റ് കുറച്ചെടുക്കുന്ന കുറേ പച്ചപ്പുല്ലുകളുണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ ഇട്ടോ. നമ്മൾ കണ്ടതിലുണ്ടല്ലോ ഏറ്റവും ഒരു ജൈൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ലോങ് ആയിട്ട് ഒരുപാട് നാൾ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഞങ്ങളുടെയൊക്കെ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മിനിമം ഒരു 15 ഇയേഴ്സിലൊക്കെ ഒരു ലോങ് ലൈഫ്. എന്താണ് ഇവർ ചെയ്യുന്നത്, എന്ത് സൊല്യൂഷനാണ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി ഇവർ താൻ ചെയ്തു തരണേ, നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനീഷാണ്. നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ധാരാളം വേസ്റ്റുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആ വേസ്റ്റുകളൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചേക്കണ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുഴകളിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ വേസ്റ്റുകളെല്ലാം നമ്മൾ വലിച്ചെറിയും. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് സംസ്കരിക്കാനുള്ളൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഞാനിവിടെ കോവിഡ് ടൈമിലൊക്കെ നിന്നിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ എങ്ങനെ എന്ത് ചെയ്യും. നമ്മൾ സിമെൻറ്റും കട്ടയൊക്കെ ഉപയോഗിച്ചൊരു ബോക്സൊക്കെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു ഞങ്ങൾ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവർക്കുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട്, ഈ പുക നമുക്ക് മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ട്. അങ്ങനെ ശരിക്കും സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു ഒരു ഏകദേശം കോവിഡ് ടൈമിൽ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി. അച്ഛൻ അസുഖമായിട്ട് കിടന്ന സമയത്തും ഈ ഡൈപ്പറുകൾ ഡിസ്പോസ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആൾക്ക് ഇതേ അവസ്ഥ ഫേസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേക്കുവാണ്. കര വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഡൈപ്പർ, സാനിറ്ററി ഐറ്റംസ് ഇതെല്ലാം ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ് ആയ ഒരു കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ ഡ്രീമി വീൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇതൊരു ട്രാവൽ വീഡിയോ അല്ല, പക്ഷേ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് നമ്മുടെ ലൈഫിലേക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും നമ്മുടെ പരിസരവും ഒരുപോലെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണേ. ഇതാണ് ആ കമ്പനി, സാനി ക്ലീൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇവർ ചെയ്യുന്നത്, എന്ത് സൊല്യൂഷനാണ് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി ഇവർ താൻ ചെയ്തു തരണേ, നമുക്ക് നോക്കാം. ഫ്രണ്ടാട്ടോ വിഷ്ണു ആണ്. അപ്പം വിഷ്ണു ആണ് ഇന്ന് നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. സിയോനെ അങ്ങനെ നമുക്ക് കാണാം കേട്ടോ. എന്താണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതായത് ഇത് എങ്ങനെയാണ് സാനി ക്ലീൻ എന്നുള്ളൊരു പേര് വന്നതെന്ന് പറയുന്നത്. അതായത് 2015 ഞങ്ങള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് അത് കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്താണ് അദ്ദേഹമാണ് ഈ സാനിറ്ററി പാഡുകൾ നശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഡയറക്റ്റ് അന്നാണ് മനസ്സിലായത്. സാനിറ്ററി പാഡുകൾ നശിപ്പിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്, അങ്ങനെയാണ് സാനി ക്ലീൻ എന്നുള്ള പേര്. എനിക്ക് 2-3 പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അതെ. അതിലേക്കുള്ള ഏറ്റവും ചെറിയ മെഷീനുകളുണ്ട്. ഒരു 3 kg per day എന്നുള്ള കപ്പാസിറ്റി തുടങ്ങുന്ന മെഷീൻ മുതൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു കുടുംബത്തിന് പറ്റുന്ന ഒരു 6000+ ടാക്സ് അതിൽ തുടങ്ങുന്ന സോൾവേസ് ഇൻസിനറേറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഡൈപ്പറുകൾ, ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ ഒരു കൊച്ചു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാണാൻ പോണത്. ഇതിലെ ഏറ്റവും ചെറുത് ഇതാണല്ലോ നമ്മുടെ ഏറ്റവും ചെറുത്. നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് ഒന്ന് അറിയാം. ഇതില് സാധാരണഗതിയിലുള്ള ഒരു സോളിഡ് വേസ്റ്റ് ഇൻസിനറേറ്റർ ആണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുടെ എല്ലാ മെഷീന്റെയും പ്രത്യേകത, ഞങ്ങൾ അതിന്റെ ഉള്ളിൽ എത്ര ചെറിയ മെഷീൻ ആയാലും അതിന്റെ ഉള്ളിലെല്ലാം ഫാബ്രിക്കിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഒരു കട്ടയാണ് കെട്ടിയിരിക്കുന്നത്. IS സ്റ്റാൻഡേർഡിന്റെ ഒരു ഫാബ്രിക് ഇൻസുലേഷൻ ആണ് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. IS8 ഫാബ്രിക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന എല്ലാ മെഷീനത്തിനകത്തും നമ്മൾ ഈ IS8 ഫാബ്രിക് ആണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോഡി എല്ലാം പൗഡർ കോട്ടഡ് ആയിരിക്കും. പൗഡർ കോട്ടഡ് എന്ന് വെച്ചാൽ നമുക്ക് മഴയത്തും വെയിലും നമ്മുടെ ഔട്ടർ ഏരിയയിൽ നമ്മുടെ വീടിന്റെ വെക്കാൻ പാകത്തിന് എല്ലാ മെഷീനുകളും ചെയ്തിരിക്കുന്നത്. ഈ മെഷീനുകൾ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും അവൈലബിൾ ആണ്, ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എക്സോസ്റ്റിന്റെ ഫ്ലാഞ്ച് അടക്കം ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അങ്ങോട്ട് തുരുമ്പെടുക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എനിക്കൊരു സംശയം, അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട്
നമുക്ക് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും? അതായത് നമ്മുടെ ഇൻസിനറേറ്ററിനുള്ളിൽ സാധാരണ നമ്മുടെ വീട്ടിലൊരു അടുപ്പ് കത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 ഡിഗ്രി അല്ലെങ്കിൽ 250 ഡിഗ്രി ടെമ്പറേച്ചർ വരെയാണ് ആ അടുപ്പ് കത്തുന്നത്. അതൊരു ഓപ്പൺ ഫയറിംഗ് സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓപ്പൺ ആയിട്ടാണ്. അതിന്റെ ചൂടെന്ന് പറയുന്നത് പല സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതൊരു ക്ലോസ് സർക്യൂട്ടാണ്, ഒരു ക്ലോസ് സിലിണ്ടറിലാണ് ഇതിന്റെ ബേണിംഗ് നടക്കുന്നത്. ഇതിനകത്ത് ഉണ്ടാകുന്ന ഓരോ ചൂടുകളും ഇതിനുള്ളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. സോ ഇൻസിനറേറ്ററിനകത്ത് ഒരു 550 ഡിഗ്രി ടെമ്പറേച്ചർ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 550 ഡിഗ്രി ടെമ്പറേച്ചർ ഇതിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചർ മാത്രമേ ഔട്ടർ ബോഡിയിലേക്ക് വരുന്നുള്ളൂ. ആ ഉണ്ടാകുന്ന ചൂടെന്ന് പറയുന്നത് ഇതിൽ നിർത്തുന്നത് അതിനുള്ളിൽ ഉണ്ടാകുന്ന ഫാബ്രിക് ആണ്. ആ ഫാബ്രിക് എന്ന് വെച്ചാൽ പക്ക പറഞ്ഞ ഇൻസുലേഷൻ ആണ്. ആ ഇൻസുലേഷൻ കൊടുക്കുന്നതുകൊണ്ട് ആ ഫാബ്രിക് ഇൻസുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടിന് ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വിടുന്നില്ല. ഈ പൗഡർ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൗഡർ കോട്ടിങ്ങിന് തന്നെ 200 ഡിഗ്രി ടെമ്പറേച്ചറോളം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഏകദേശം ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലെങ്കിൽ 50 to 60 ഡിഗ്രി ടെമ്പറേച്ചർ ഔട്ടർ ബോഡിയിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മഴയത്തും വെയിലത്തും വെക്കാൻ പറ്റും. എത്ര നാൾ വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പാർട്ട്മെന്റിനാണോ ഉദ്ദേശിക്കുന്നത് അതോ നമ്മളെ സിംഗിൾ ഹൗസുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സിംഗിൾ ഹൗസുകൾക്കുള്ള പ്രോഡക്റ്റുകളുണ്ട്. സിംഗിൾ ഹൗസുകൾക്കുള്ള പ്രോഡക്റ്റുകളാണ് ചെറിയ ഇൻസിനറേറ്ററുകൾ. ഇത് 3 kg എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും ചെറുതാണ്. ഇത് 3 kg. ഇതിപ്പോ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് വരുമ്പോൾ ഇത് 5 കിലോഗ്രാം പ്രീമിയം. അതെ, കുറച്ചുകൂടി അതായത് ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് പല ഗ്രേഡിലുണ്ട്. എല്ലാവരും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ പറ്റിക്കപ്പെടുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 202 എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് കാർബൺ കണ്ടന്റിന്റെ കൂടുതൽ കൊണ്ടാണ്. അങ്ങനെയാണ് കാർബൺ കണ്ടന്റ് വെച്ചാണ് ഈ സ്റ്റീലിനെ ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ 304 എന്ന് പറയുന്ന ഗ്രേഡ് വന്നാൽ ഒരിക്കലും നമുക്ക് തുരുമ്പെടുക്കില്ല. അപ്പൊ ഈ സ്റ്റീലിന് തന്നെ കൊടുക്കുന്നത് 202 കൊടുക്കുന്നില്ല. 202 വളരെ ഇതിന്റെ ഹാഫ് പ്രൈസിങ്ങേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാം 304 ഗ്രേഡിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എല്ലാ മെഷീൻസും ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റ് പൈപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും നമുക്ക് ഒരു സാധാരണക്കാരന് അറിയില്ല. പക്ഷെ നമ്മുടെ വേസ്റ്റുകൾ നമുക്ക് ഇതാണ് നമ്മുടെ ആവശ്യം. അതെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ഈ ഡയപ്പറുകൾ, അഡൽട്ട് ഡയപ്പർ ആൻഡ് ബേബി ഡയപ്പർ. ഇത് സാധാരണഗതിയിൽ ഓപ്പൺ ഫയറിംഗിൽ കത്തിച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ സോഡിയം പോളി അക്രൈലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിന്റെ പ്രത്യേകത അതിനകത്തുണ്ടാകുന്ന 2 ഇരട്ടി വെള്ളത്തിനെ ലോക്ക് ചെയ്ത് വെക്കാനും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെ ഇവാപറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് ആ സാധനം, ആ ഡയപ്പർ എന്ന് പറയുന്നത് കത്ത് തുടങ്ങുന്നത്. അപ്പൊ നോർമലി നമ്മളൊരു ക്ലോസ് ചേമ്പർ ഇട്ട് കത്തിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന ചൂട് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇൻസിനറേറ്ററിനകത്ത് ഡയപ്പറുകൾ കത്തിക്കാൻ സാധിക്കും. അഡൽട്ട് ഡയപ്പറുകളാണ് നിങ്ങൾ കത്തിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് 1-2 ചിരട്ട കൂടി നമ്മൾ ആഡ് ചെയ്യണം. കത്തിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഡയപ്പർ കൊണ്ടിട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ചിരട്ട ഇട്ട് കഴിഞ്ഞാൽ കത്തുമല്ല. ചിരട്ട ഇട്ട് ജസ്റ്റ് ഒന്ന് തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയപ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കത്തും. അപ്പൊ ഈ ചിരട്ടയുടെ കലോറിഫിറ്റ് വാല്യൂ കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂടെന്ന് വെച്ചാൽ ഏകദേശം 5500 കിലോ കലോറി ചൂട് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത് കത്തിക്കാനായിട്ട് അത് എത്രത്തോളം ഇല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് കത്തും. ഇനീഷ്യലി നമ്മൾ ഇടുന്ന ഇപ്പൊ നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് പറയും. നമ്മളിപ്പോ ഇടുന്ന വേസ്റ്റുകൾ ഒരുപാട് നനഞ്ഞ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും ഒന്ന് കത്തി വരാനായിട്ട്. അത്ര മാത്രമേ ഉള്ളൂ. കത്തി ഫയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കത്തും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പെർമനന്റ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാണോ കോൺക്രീറ്റോ അങ്ങനെയുള്ള എപ്പോഴും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന രീതിയിലേക്കാണ് മിഷൻ ചെയ്യുന്നത്. നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഷൻ ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് വെച്ചപ്പോൾ നമുക്ക് വീട് മാറി പോകുന്ന ഒരു സ്ഥലമാണ് ഒരാളുകളാണെങ്കിൽ, അതായത് പിന്നെ ഈ വീട്ടിൽ നമ്മൾ കത്തിച്ചു അടുത്ത സമയത്ത് വീട് മാറി പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു നമ്മുടെ കട്ടില് അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകും. ഇതിന് എത്ര കിലോ വെയിറ്റ് വരും? ഇതിന് ഏറ്റവും ചെറിയ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 65 കിലോ 70 കിലോ വെയിറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു മെഷീന് ശരിക്കും പറഞ്ഞാൽ ഒരു 60 കിലോ 60 തൊട്ട് 70 കിലോ വെയിറ്റാണ് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഒരു വീട് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 2 പേർക്ക് സുഖമായിട്ട് എടുത്ത് മാറ്റാവുന്ന ഒരു വെയിറ്റ് ചെയ്ത് വരുന്നുള്ളൂ. നമ്മുടെ തൊടുപുഴ ഏരിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഈ ഏരിയ മൂന്നാർ ഏരിയ, അവിടെ നിന്നെല്ലാം വന്ന് ഇവിടെ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട്. അപ്പം അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അല്ലേ, ഈ ചെറിയ മെഷീൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവർ. നമുക്ക് ചുറ്റുപാട് സ്ഥലം വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള ഒരു മെഷീനാണത്. നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇത് നടക്കുമെന്ന് നമുക്കൊന്ന് അറിയണല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിഷ്ണു, ആദ്യം എന്താ നമ്മൾ ഇടണേ? അതിനകത്തേക്ക് പിന്നെ അതുപോലെ കുറച്ച് ചിരട്ട നമ്മൾ ഇതിനകത്ത് ആവശ്യമുണ്ടല്ലേ? എത്ര ചിരട്ട വേണ്ടി വരും നമുക്ക്? 3 ചിരട്ട അല്ലേ? നമ്മൾ ആദ്യമേ നമ്മൾ കുറച്ച് ചിരട്ട ഇടണം, അതിനുശേഷം പേപ്പർ ഇട്ടാണ് കത്തിക്കേണ്ടത്. അപ്പോൾ പേപ്പർ ഇട്ട് അത് കത്തിയ ശേഷമാണ് നമ്മൾ നനഞ്ഞ തുണികളെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഫ്രണ്ട്സ്, ഇതുകൊണ്ടോ നല്ല കത്തങ്ങ് പിടിച്ചു കേട്ടോ. ശരിക്കും ആ ചിരട്ടയ്ക്ക് അങ്ങ് കത്ത് പിടിച്ചു. ഇനിയാണ് നമ്മൾ നമ്മുടെ തുണികളും നമുക്ക് നനഞ്ഞ തുണികളും ചപ്പുചവറുകളും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കീഴിടാം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒന്ന് ഇട്ട് നോക്കിയാലോ?
അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്തേക്ക് ഇത് നനഞ്ഞ തുണികളാട്ടോ. അപ്പം ഞാൻ തന്നെയാണ് ഇട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടുമ്പോഴുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ വിടത്തിയിടുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് കത്ത് പിടിപ്പിക്കാം. അതായത് ഇത് മുഴുവൻ ഇട്ടേക്കട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മളിത് ഇടാൻ പോവാണേ. നമ്മൾ ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ കൈയൊക്കെ പൊള്ളിക്കാതെ ഇടാം. ഫയർ എപ്പോഴും തന്നെ ഫയർ തന്നെയാണ് അല്ലേ? ഇത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളൂ? ഇല്ല, ഒരു ആവശ്യമില്ല. ഉണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്, ചെറിയ ചൂടായിട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ ചെറിയ പിള്ളേരൊക്കെ വിളിച്ച് ഓടിപ്പോയി. പക്ഷെ നമുക്ക് ഈ ഹാൻഡിലേൽ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒട്ടും ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഈ ഹാൻഡിലേൽ. പക്ഷെ ഇവിടെ നമ്മൾ തുടരുത്. ഇവിടെ നമ്മളൊരു ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുക്കണ്ട കേട്ടോ. എന്താ കാരണം വെച്ചാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ കയ്യിൽ നിന്നും പോയി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് പ്രോബ്ലം വരും. അപ്പോൾ ഇവിടെ ഒരു കൈയുടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ട് അതിലൊരു വെട്ടിടുവോ അങ്ങനത്തെ ഒരു സാധനം. നമ്മൾ ജിപ്സി ഉണ്ടല്ലോ, ജിപ്സിയിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതായത് സൈലൻസറിന്റെ മേളിൽ ഒരു കവർ കൊടുത്തേക്കണം, അതിൽ ഒരു കൈ ഇട്ടിട്ട് അതിലൊരു വെട്ട് കൊടുത്തേക്കുക, തുടരുതെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം നിങ്ങളിത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു നല്ല അനുഭവമായിരിക്കും. ഫ്രണ്ട്സ് ഏകദേശം നല്ല ഈ പെട്ടെന്ന് കത്തി പോകുന്നുണ്ട് കേട്ടോ, തീർന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, അത് അത്രമാത്രം പുകയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ നമുക്ക്. ഇതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് ഒരു വിധത്തിലുള്ള പ്രോബ്ലംസ് ഇല്ല. ഇത് നമ്മൾ പുതിയ ഡൈപ്പർ കേട്ടോ. ഈ പുതിയ ഡൈപ്പർ നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാമല്ലേ ഇതേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതേ ഈ ഡൈപ്പറിലേക്ക് നമ്മൾ നല്ല വെറ്റായിട്ടുണ്ട് കേട്ടോ ഡൈപ്പർ. ഏകദേശം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ നനഞ്ഞ ഡൈപ്പർ കേട്ടോ, ഇത് കണ്ടോ ശരിക്കും നനഞ്ഞ ഒരു ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 100 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാട്ടോ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോണേ. ഡയറക്റ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു എത്ര സമയം കഴിയണം ഇത് കത്തി തീരാണെങ്കിൽ? 5 മിനിറ്റ് വരെ അല്ല ഈ ഡൈപ്പർ കത്താണെങ്കിൽ. അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ്. ഡൈപ്പർ ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഉണ്ടാവും. ഈ കുട്ടികളുടെ ആണെങ്കിലും അതിൽ അഡൽട്ട് ഡൈപ്പർ ആണെങ്കിലും ഇടുന്ന സമയത്ത് മോഷൻ ഉണ്ടാവും. ഒരു സ്ഥലം മോഷൻ ഉൾപ്പെടെ ഇൻസിനേറ്ററിനുള്ളിൽ കൊണ്ടുപോയിട്ട് കത്തിക്കരുത്. കാരണം കത്തത്തില്ല. കാരണം കത്താൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ മോഷൻ ക്ലോസിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീനെ കൊണ്ടിടുക, അതായിരിക്കും ഓക്കെ. ഇതുവരെ നമ്മൾ ഈ ഹാൻഡിലുണ്ടല്ലോ ഒരു ചൂട് പോലും ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ല അനുഭവമായിരിക്കും ഫ്രണ്ട്സ്. ഏകദേശം നല്ല ഈ പെട്ടെന്ന് കത്തി പോകുന്നുണ്ട് കേട്ടോ, തീർന്നു പോകുന്നുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന കുറേ പച്ചപ്പുല്ലുകളുണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ ഇട്ട് നോക്കാം, നമുക്ക് എങ്ങനെ കത്തുമെന്ന് അറിയാമല്ലോ. നമുക്ക് ഇതൊക്കെയാണല്ലോ നമ്മുടെ എന്നാ ദൈനംദിന ലൈഫുകളിൽ നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഇട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം അടച്ചു വെക്കേണ്ടി വരും. എന്നാലാണ് ആ കത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പുകയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ആ നന്നായിട്ട് കത്തി തുടങ്ങുമ്പോൾ പുകയേ ഉണ്ടാവില്ല. വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ വേസ്റ്റ് ആദ്യം കത്തിക്കുക. ഡ്രൈ വേസ്റ്റ് കത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചിരട്ടയും കൂടി ഇടുക. ഡയപ്പറാണ് കത്തിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഡയപ്പർ കത്തിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഡ്രൈ വേസ്റ്റ് കുറച്ച് നേരം കത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ചിരട്ടയും കൂടി തീ പിടിച്ച് കഴിഞ്ഞിട്ട് ഡയപ്പർ നനഞ്ഞ ഡയപ്പർ അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കും. അത് തന്നെ കത്തിപ്പോകും. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് ആദ്യമേ നമ്മൾ കത്തിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് പേപ്പർ വേസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള പേപ്പർ അതിനുശേഷം കുറച്ച് ചിരട്ടകൾ നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞുള്ള ചിരട്ടകൾ ഒരു കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കത്താനുള്ള ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. ആദ്യമേ ഇന്നത്തെ വേസ്റ്റ് നമ്മൾ കത്തിച്ച ശേഷം നാളെ നമ്മൾ എപ്പോഴാണോ കത്തിക്കുന്നതിന് മുന്നേ ആണ് ഇതെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒന്ന് എടുത്ത് ഇതുണ്ടോ, ഇതാണ് നമ്മളിപ്പോ കത്തിച്ച വേസ്റ്റുകളെല്ലാം കാണിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളിലൊക്കെ ചോട്ടിൽ നമുക്ക് ഇട്ട് അല്ലെ ഒരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിന് എത്രയാണ് നമുക്ക് വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 2 പേരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? എത്ര രൂപ? 14,000 അതായത് നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കൊണ്ട് നമ്മളിത് ഫിക്സ് ചെയ്ത് തന്ന് ഒരു ചെറിയൊരു ക്ലാസ് കൂടി പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബ്രിക്കുകളൊക്കെ പൊട്ടിപ്പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് റിപ്പയർ ചെയ്യാം? അല്ല ഞാൻ ചോദിക്കുകയാണ്, സപ്പോസ് പൊട്ടിപ്പോയെങ്കിൽ
നമുക്കിത് റിപ്പയറിംഗ് ഉണ്ടോ? നമ്മൾ മെഷീൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. 1 ഇയർ ഗ്യാരണ്ടിയോടുകൂടിയാണ് നമ്മൾ. അപ്പം നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് പേടിക്കണ്ടേ, ഇവരെ 1 ഇയർ ഗ്യാരണ്ടി നമുക്ക് തരുന്നുണ്ട്. അപ്പം മെറ്റലിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ആണോ അത്? റീപ്ലേസ്മെന്റ് അല്ല, നമ്മളത് ആ കംപ്ലൈന്റ് ചേഞ്ച് ചെയ്ത് നമ്മളൊരു കൊച്ചു ഫാമിലിക്കുള്ളതാണ് നമ്മൾ കണ്ടേ. ഇനി നമുക്ക് ഓരോരോ നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഒരു ഹോസ്പിറ്റലുകളിലേക്ക് ഒരു 10 kg കപ്പാസിറ്റിയിലേക്ക് ഒരു മെഷീൻ വരും. 10 kg എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് ഓരോരോ നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഒരു ഹോസ്പിറ്റലുകളിലേക്ക് ഒരു 10 kg കപ്പാസിറ്റിയിലേക്ക് ഒരു മെഷീൻ വരും. 10 kg നമ്മളൊരു വേറെ രസകരമായിട്ടുള്ള ഒരു എന്താ ബോക്സ് ഒക്കെ പോലത്തെ ഒരു സ്റ്റൈല് രസമുണ്ട് കാണാനായിട്ട്. ഇത് അതിന്റെ റൗണ്ട് മെഷീനാണ്. ഇത് അതുപോലെ ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മളിത് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം അതിന്റെ ഇൻസുലേഷൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് ഇൻസുലേഷൻ അല്ലേ. ഇത് നമ്മൾ ഹോസ്റ്റലുകളാണോ? അപ്പോൾ ഇത് നമുക്ക് എത്ര രൂപയാണ് ഇതിനൊക്കെ വരുന്നത്? ഇത് വരുമ്പോഴത്തേക്കും 35 പ്ലസ് ടാക്സ്. ഇത് നമ്മൾ ഇതുണ്ട് എൻ്റെയൊക്കെ ഇത്രയും വലുപ്പം തന്നെ ഉണ്ട് കേട്ടോ. വളരെ വലിയൊരു സൈസിലേക്കുള്ള സാധനമാണ്. ഇതൊരു സ്കൂളിലേക്ക് നമുക്ക് ചെയ്തിരുന്നതാണ്. അതെ, സ്കൂളിലേക്ക്. നല്ല കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജിലെ ഫയറും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് തീർത്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ആഷ് കൊടുക്കാൻ പറ്റും. തിരിച്ചെടുക്കാം. ഓ, ഇതിന് എത്ര വരുന്നത്? ഇത് വരുമ്പോഴത്തേക്കും കോസ്റ്റ് 60+. ഇതിൽ നമ്മൾ കണ്ടതിലുണ്ടല്ലോ ഏറ്റവും ഒരു ജൈൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ഇത് ശരിക്കും ചെറിയൊരു ഇഗ്ലൂ ഒക്കെ പോലത്തെ ഒരു വലിയൊരു വലിപ്പമുള്ളൊരു സാധനം. ഇത് നമുക്ക് എന്തിനാ ഉദ്ദേശിച്ചിട്ടുള്ള ഇതാണിത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു WC എന്ന് പറഞ്ഞൊരു വുമൺസ് ഹോസ്റ്റൽ തന്നെയാണ്. വുമൺസ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞിരിക്കുന്ന മെഷീനാണ്. ഇത് 120 kg ആണ് കപ്പാസിറ്റി വരുന്നത്. 120 kg കപ്പാസിറ്റി വരുന്ന മെഷീനാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഫാബ്രിക്കും കാര്യങ്ങളെല്ലാം വരാനുള്ളതാണ്. മെയിൻ ഡോർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഡോർ എന്ന് പറഞ്ഞിട്ടില്ല. താഴെ നിൽക്കുവാണ്. ആദ്യം കത്തി താഴ്ത്തി വീഴുവാണ്. ഇത് പിന്നെ കാലം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ലൈഫ് ലോൺ ആണ്. ഇതിലേക്ക് പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും വരില്ല. 3 or 4 സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വലിയൊരു പർപ്പസിന് വേണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിലും കുറേ ഇൻഫർമേഷനുകൾ നമുക്ക് കിട്ടി. എന്താ പറയുക, ഒരു സൊല്യൂഷൻ. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മഴയാണ്. മഴയുടെ പ്രശ്നം കൊണ്ട് വേസ്റ്റ് കത്തിക്കാനും അതേപോലെ സാനിറ്ററി പാടായാലും ഡൈപ്പേഴ്സ് ആണെങ്കിലും കത്തിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മെഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് സെയിലിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ഏകദേശം കണ്ടു, എല്ലാം കത്തിക്കുന്നതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ എന്താ പറയുക, ഇത്രയും ഈ ഒരു ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തന്നതിലൊക്കെ വളരെയധികം നന്ദി പറയണം. പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ? നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓഫറാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നത്? 1000 rupees. അതെ, അപ്പോൾ നമ്മുടെ ഡ്രീമി വീൽസിൻ്റെ പേര് നമ്മളിവിടെ പറഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 rupees നമുക്ക് ഓഫ് തരുമെന്നാണ് പറഞ്ഞേക്കണേ. എന്താണ് നമ്മുടെ ഓണറിന് പറയാനുള്ള ഒരു? ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നത്, ഇത് എന്ത് സാധനം ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങിയാലും അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിയാൽ ഇറ്റ്സ് ആൻ എക്യുപ്മെൻറ്റ്, ഒരു മെഷീനാണത്. ആ സാധനത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം പഠിക്കണം. ഉപയോഗിക്കേണ്ട വിധം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നുള്ളൂ. ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ ആവുന്നു. അതുകൊണ്ട് തന്നെ അവർ ലോങ് ആയിട്ട് ഒരുപാട് നാൾ ഉപയോഗിക്കുന്ന മെഷീനുകളാണ് ഞങ്ങളുടെയൊക്കെ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ച് അവരൊരു 18,000 rupees ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരുന്നു. ഞങ്ങളെയൊക്കെ ഒരു ചെറിയൊരു ഫാമിലിയെ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. സോ ഒരു 15 വർഷമെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനുകളെങ്കിലും കൊടുക്കാൻ. അപ്പം അങ്ങനെയുള്ള മെഷീനുകളാണിത്. തീർച്ചയായിട്ടും ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാനി ക്ലീനെ സമീപിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 rupees ഓഫും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. ബൈ.